ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി സി വൈബ്. പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. 2024 ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. ഉത്തരം കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. അടുത്തത്, പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത്. പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ്. നിതിൻ ജംദാർ. അടുത്തത്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരെന്താണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേര് നീലു എന്നാണ്. നീലപ്പൊന്മാൻ്റെ പേര് നീലു. ഓക്കെ. അടുത്തത്, 2024 ജൂലൈയിൽ പുറത്തുവിട്ട ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എത്രയാണ്? 2024 ജൂലൈയിൽ പുറത്തുവിട്ട ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. 2024 ജൂലൈയിൽ പുറത്തുവിട്ട ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സിംഗപ്പൂർ. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ലയാണ്. ഏതാണ്? വയനാട്. നെക്സ്റ്റ്, വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930 ആണ്. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. അടുത്തത്, ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരാണ് മാതൃഭൂമി. ഏതാണ്? മാതൃഭൂമി. അടുത്തത്, 99ലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 99ലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? ഉത്തരം 100ാം വാർഷികമാണ് ആചരിച്ചത്. 99ലെ വെള്ളപ്പൊക്കം നടന്നത് 1924ലാണ്. 99ലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100ാം വാർഷികം. അടുത്തത്, 2024 ജൂലൈയിൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ്റെ ആത്മകഥയുടെ പേര്. തെറ്റാണ്. ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം മയൂരശിഖ എന്നാണ്. 2024 ജൂലൈയിൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ്റെ ആത്മകഥയുടെ പേര് മയൂരശിഖ. അടുത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933 ആണ്. 1933. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. ബീഹാർ. ഇനി മണ്ടേല ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 18ആണ്. ചോദിക്കാറുള്ളതാണ് PSC. മണ്ടേല ദിനം ജൂലൈ 18. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? പശ്ചിമഘട്ടത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗമാണ്? ഉത്തരം പാമ്പാണ്. മഞ്ഞപ്പൊട്ടുവാലൻ പാമ്പാണ്. അടുത്തത്, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ താർ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ താർ. അടുത്തത്, നേപ്പാൾ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റത് ആരാണ്? നേപ്പാൾ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റത്
KP ശർമ്മ ഒലി. KP ശർമ്മ ഒലിയാണ് നേപ്പാൾ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റത്. അടുത്തത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായത് എവിടെയാണ്? അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായത് പുലിക്കയത്താണ്, കോഴിക്കോട് ജില്ല. അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. അടുത്തത് 2024 ജൂലൈയിൽ പ്രകാശനം ചെയ്ത MN കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രം ഏതാണ്? 2024 ജൂലൈയിൽ പ്രകാശനം ചെയ്ത MN കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് ബഷീറിൻ്റെ പൂങ്കാവനം. ബഷീറിൻ്റെ പൂങ്കാവനം 2024 ജൂലൈയിൽ പ്രകാശനം ചെയ്ത MN കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് ബഷീറിൻ്റെ പൂങ്കാവനം. അടുത്തത് 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിങ്ടണാണ്. അടുത്തത് ലോക ജനസംഖ്യാ ദിനം. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. അടുത്തത് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയുടെ പേര്. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയുടെ പേരാണ് എയർ കേരള. എന്താണ്? എയർ കേരള. അടുത്തത് അന്താരാഷ്ട്ര മലാല ദിനമായിട്ട് ആചരിക്കുന്നത്. അന്താരാഷ്ട്ര മലാല ദിനം ജൂലൈ 12. അന്താരാഷ്ട്ര മലാല ദിനം ജൂലൈ 12. അടുത്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് ആരാണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് സൗമ്യ സ്വാമിനാഥൻ. ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. അടുത്തത് ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂരാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തത് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട ജേതാക്കൾ ഇന്ത്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2024 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.